ഇതിപ്പം ഒടുവിലത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടേക്കുന്നതാണ് 211 കോടി രൂപയുടെ ഓൺ ഫണ്ടിൽ നമ്മുടെ നഗരസഭാ അക്കൗണ്ടിൽ കാണേണ്ട പൈസ ഇല്ല എന്നുള്ള വിവിധ ബാങ്കുകളിലായിട്ട് വന്ന ചെക്കുകൾ പക്ഷേ ആ ബാങ്കിൽ എത്തിയിട്ടില്ല, നിക്ഷേപത്തിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടില്ല. അതെവിടെ പോയി എന്ന് ചോദിച്ചിട്ട് കൃത്യമായ ഒരു വിശദീകരണം തരാൻ നഗരസഭാ സെക്രട്ടറിക്കോ ചെയർപേഴ്സണോ കഴിയുന്നില്ല എന്നുള്ള വസ്തുത. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, കേരളം മുഴുവൻ വിവാദമായതാണ്. ഇവിടുത്തെ ഒരു ജീവനക്കാരൻ 3.5 കോടി രൂപയായിട്ട് പോയിട്ട് നാളുകൾ കഴിഞ്ഞിട്ടാണ് നഗരസഭാ അധികൃതർ ഇത് അറിഞ്ഞത്. അതേപോലെ തന്നെ മറ്റ് തട്ടിപ്പിലേക്കാണ് ഇത് വഴിവെക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇത് വലിയ അഴിമതിയാണ്. ഞങ്ങൾ നിരന്തരം ഉന്നയിക്കുന്ന ആക്ഷേപമാണ് ഈ അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് കോട്ടയം നഗരസഭയുടെ മുഖമുദ്രയെന്ന് കുറേ നാളുകളായിട്ട് ഞങ്ങൾ പറയുന്നത് വെറും ആരോപണമല്ല എന്നുള്ളതാണ്. ഇന്നലെ നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹുമാനിയായ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജാനിലാണ് ഇതുപോലെ ഒരു ആരോപണം ഉന്നയിച്ചത്. ഇതിനെപ്പറ്റി ഉദ്യോഗസ്ഥ തലത്തിലോ ഓഡിറ്റ് തലത്തിലോ എനിക്കിതുവരെയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഇന്നലെ കൗൺസിൽ യോഗത്തിന് ശേഷം അടിയന്തരമായിട്ട് സെക്രട്ടറിക്ക് ഇതിനെപ്പറ്റി പരിശോധിച്ച് വ്യക്തമായ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സെക്രട്ടറിക്ക് ഇതിനെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ല? ഇല്ല. ഓഡിറ്റ് റിപ്പോർട്ടിലും ഇങ്ങനെയില്ല? ഇല്ല, എല്ലാ വർഷവും ഓഡിറ്റ് നടക്കുന്നുണ്ട്. പൊരുത്തക്കേടുകളൊന്നും ഇതുവരെ ഇതൊരു ബാലൻസ് ചെയ്യുന്ന തുകയല്ലല്ലോ. അപ്പോൾ അതെന്താണെങ്കിലും കൃത്യമായിട്ട് പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കും. ചെക്കുകൾ ബാങ്കിൽ എത്തിയില്ല എന്നുള്ളൊരു ആക്ഷേപം പറയുന്നുണ്ട്. അത് എങ്ങനെയാണ്? അതിൻ്റെ അകത്തൊരു അന്വേഷണം ഉണ്ടോ? എന്ത് തന്നെ ആയാലും നമുക്ക് വെറുതെ ഒരു ആരോപണം ഉന്നയിക്കാൻ പറ്റില്ലല്ലോ. അതിനെപ്പറ്റി കൃത്യത വരുത്തിയതിന് ശേഷം മാത്രമല്ലേ നമുക്ക് എന്തും പറയാൻ പറ്റൂ. അതുകൊണ്ട് സെക്രട്ടറി ആദ്യം പരിശോധിക്കട്ടെ. പരിശോധിച്ചതിന് ശേഷം നമുക്ക് പറയാം.